മിട്ടി, കാജൽ, ദർശൻ, ഈ 3 വാക്കുകൾ നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇതൊരു കോഡാണ്. ബന്ധപ്പെട്ടവർ തമ്മിൽ ആശയവിനിമയം നടത്താനുള്ള രഹസ്യ കോഡ്. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്കത് അസാധാരണമായി തോന്നുകയില്ല. കാരണം അതിൻ്റെ അർത്ഥമോ സാങ്കത്യമോ നമുക്ക് അറിയില്ല എന്നത് തന്നെ. എന്നാൽ ഈ 3 വാക്കുകളുടെ പിന്നിലെ അർത്ഥം അന്വേഷിക്കുമ്പോൾ നാം എത്തിച്ചേരുന്നത് ഇന്ത്യയെ അടുത്ത കാലത്ത് ഞെട്ടിച്ച ഒരു മതപരിവർത്തന സംഘത്തിന്റെ കൂടാരത്തിലാണ്. ഉത്തരേന്ത്യ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചങ്കൂർ ബാബയുടെ സംഘടിതവും ദുരുദ്ദേശപരവുമായ മതപരിവർത്തന തന്ത്രങ്ങളിലേക്കാണ്. ഇന്ത്യയിലെ സാധാരണക്കാരും നിസ്സഹായരുമായ ഹൈന്ദവരെ പ്രലോഭിപ്പിച്ചും ആകർഷിച്ചും ഭീഷണിപ്പെടുത്തിയും ഇസ്ലാം മതത്തിലേക്ക് മതപരിവർത്തനം നടത്തുന്ന ചങ്കൂർ ബാബയുടെ ആ കഥയാണ് ഷെക്കേന ന്യൂസ് ഇന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുവാൻ പോകുന്നത്. ജൂലൈ ആദ്യ വാരത്തിലാണ് ഭാരതത്തെ മുഴുവൻ അമ്പരപ്പിലാക്കിക്കൊണ്ടുള്ള ഒരു മതപരിവർത്തന കേസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഈ കഥയിലെ വില്ലനാണ് ചങ്കൂർ ബാബ. മതപരിവർത്തന നിയമത്തിന്റെ പേരിൽ ക്രൈസ്തവ പുരോഹിതന്മാരെയും കന്യാസ്ത്രീകളെയും വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് അന്യായമായി അറസ്റ്റ് ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഇന്ത്യയിൽ അത്തരം വാർത്തകളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ചങ്കൂർ ബാബയുടെ കഥ. നിരവധിയായ പ്രൊജക്റ്റുകൾ നമുക്ക് പരിചയമുണ്ട്. എന്നാൽ മതപരിവർത്തനം ഒരു പ്രൊജക്റ്റായി കൊണ്ടു നടക്കുന്ന ഒരാളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും ആവില്ല. പക്ഷേ ചങ്കൂർ ബാബ അതാണ്. മതപരിവർത്തനം ഒരു പദ്ധതിയായി കൊണ്ടു നടക്കുന്ന ആളാണ് ഇദ്ദേഹം. ഈ പ്രൊജക്റ്റുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നവർക്ക് മനസ്സിലാകാൻ വേണ്ടിയുള്ള കോഡ് വാക്കുകളാണ് തുടക്കത്തിൽ നാം പരാമർശിച്ചത്. ഒരാളുടെ മതം മാറ്റാൻ വിവിധ ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്ന കോഡ് വാക്കുകളാണ് ഇവ. സാമ്പത്തിക സഹായം നൽകിയും വിവാഹ വാഗ്ദാനം നൽകിയും പ്രോത്സാഹനമായും ഇനി അതൊന്നുമല്ലെങ്കിൽ നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയുമാണ് നിരവധി ആളുകളെ ഇയാൾ മതപരിവർത്തനം നടത്തുന്നത്. ഇതിലേറെയും നിർധനരായ ഹൈന്ദവ സ്ത്രീകളാണ്. അതിൽ നിരക്ഷരരും വിധവകളുമുണ്ട്. മിട്ടി പാലത്ന എന്നാൽ മതപരിവർത്തനം എന്നും, കാജൽ ലഖാന എന്നാൽ കൃത്രിമത്വം എന്നും, ദർശനം എന്നാൽ ചങ്കൂർ ബാബയ്ക്ക് ഇരകളെ പരിചയപ്പെടുത്തണം എന്നുമാണ് അർത്ഥം. ഉത്തർപ്രദേശിലെ ടാസ്ക് ഫോഴ്സ് കഴിഞ്ഞ ആഴ്ചയിൽ ചങ്കൂർ ബാബയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് മാധ്യമങ്ങളോട് ഈ കോഡ് വിവരം വെളിപ്പെടുത്തുകയുണ്ടായത്. തെറ്റായി പ്രതിനിധാനം ചെയ്യുന്നതിലൂടെയോ ബലപ്രയോഗത്തിലൂടെയോ സ്വാധീനത്തിലൂടെയോ നിർബന്ധത്തിലൂടെയോ വശീകരിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും വഞ്ചനാപരമായ മാർഗങ്ങളിലൂടെയോ ഒരാളെ അയാളുടെ മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് മാറ്റിയെടുക്കുക എന്നതാണ് മതപരിവർത്തനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മതപരിവർത്തന നിരോധന ബിൽ പാസാക്കിയ ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അവിടെയാണ് ചങ്കൂർ ബാബ പ്രധാനമായും ദരിദ്രരായ ഹൈന്ദവ വനിതകളെ ഇസ്ലാം മതത്തിലേക്ക് മതപരിവർത്തനം നടത്തിയിരുന്നത്. തുടക്കത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ ചങ്കൂർ ബാബയുമായി ബന്ധപ്പെട്ട 18 ബാങ്ക് അക്കൗണ്ടുകളിൽ 68 കോടി രൂപയുടെ ഇടപാടുകൾ ഇതേ കാര്യത്തിനായി നടന്നിട്ടുണ്ട് എന്നതായിരുന്നു. 3 മാസത്തിനുള്ളിൽ ഏകദേശം 7 കോടി രൂപ ഈ അക്കൗണ്ടുകളിൽ നിക്ഷേപിച്ചതായും വിവരം പുറത്തു വന്നിരുന്നു. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അക്കൗണ്ടുകളുടെ എണ്ണം 40ഉം ഇടപാടുകളുടെ തുക 106ആയും വർദ്ധിച്ചു. മിഡിൽ ഈസ്റ്റിലെ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നാണ് ചങ്കൂർ ബാബയ്ക്ക് ഇസ്ലാം മതത്തിലേക്ക് മതപരിവർത്തനം നടത്തുന്നതിനായി സാമ്പത്തിക സഹായം ലഭിക്കുന്നത് എന്നതാണ് നമ്മെ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം. മതപരിവർത്തന പ്രൊജക്ടിന് പിന്നിൽ ലവ് ജിഹാദ് ഉണ്ട് എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞെട്ടലുളവാക്കുന്ന മറ്റൊരു കാര്യം. ഫരീദാബാദിൽ നിന്നുള്ള ഒരു 16-കാരിയുടെ വെളിപ്പെടുത്തലാണ് ഈ സത്യം അനാവരണം ചെയ്തത്. പ്രണയം നടിച്ചാണ് ആമീർ ഹുസൈൻ എന്ന അയൽവാസി തന്നെ കുടുക്കിയത് എന്നും തന്റെ സഹോദരി വഴിയാണ് ഹുസൈനെ കണ്ടുമുട്ടിയത് എന്നും പെൺകുട്ടി വെളിപ്പെടുത്തുകയുണ്ടായി. ഡൽഹിയിലെ നിസാമുദ്ദീൻ ദർഗയിലേക്കാണ് ഹുസൈൻ അവളെ കൊണ്ടുപോയത്. അവിടെ വെച്ച് ചങ്കൂർ ബാബയെ പരിചയപ്പെടുത്തി. ഇസ്ലാം മതം സ്വീകരിച്ച ശേഷം ഹുസൈനെ വിവാഹം കഴിക്കാൻ ആ പെൺകുട്ടിയോട് ചങ്കൂർ ബാബ ആവശ്യപ്പെട്ടു. അയാളെ വിവാഹം കഴിക്കുന്നതിലൂടെ അവൾക്കുണ്ടാകാൻ പോകുന്ന അനേകം നന്മകളെക്കുറിച്ചും ചങ്കൂർ ബാബ വിശദീകരിക്കുകയുണ്ടായി. അതിനുശേഷം മന്ത്രത്തകിട് വെള്ളത്തിലിടുകയും ആ വെള്ളം കുടിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. പെൺകുട്ടി വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ് ഇത്രയും കാര്യങ്ങൾ. ഇനി
ചങ്കൂർ ബാബയുടെ വീട്ടിലെ തന്നെ തൂപ്പുകാരനാണ് മറ്റൊരു ഇര. 7 മാസമായി ആ വീട്ടിൽ ജോലി ചെയ്യുന്ന അയാൾക്ക് ചങ്കൂർ ബാബ നൽകിയ വാഗ്ദാനങ്ങൾ സ്വപ്നം കാണാൻ പോലും കഴിയാത്തവയായിരുന്നു. സഞ്ജിത് കുമാർ എന്ന് പേരുള്ള ആ തൂപ്പുകാരൻ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ഇപ്രകാരമാണ്. മകളുടെ വിവാഹം നടത്താൻ ആവശ്യമായതിലും കൂടുതൽ വലിയ തുകയാണ് ബാബ വാഗ്ദാനം ചെയ്തത്. അതിനു പുറമെ ഒരു വീട്, കാറ്, ഇങ്ങനെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന വിധത്തിൽ വലിയൊരു തുകയും ഇദ്ദേഹം വാഗ്ദാനം ചെയ്തു. ഈ പ്രലോഭനങ്ങളിൽ സഞ്ജിത് കുമാർ വീഴാതിരുന്നപ്പോൾ വെടിവെച്ച് കൊല്ലുമെന്നായിരുന്നു ഭീഷണി. അയാൾക്ക് വേണ്ടി ഇതിനകം താൻ ചെലവഴിച്ചുവെന്ന് അവകാശപ്പെടുന്ന വലിയൊരു തുകയുടെ പേരിൽ കൂടിയായിരുന്നു ഈ ഭീഷണി. ഒടുവിൽ ജീവരക്ഷാർത്ഥം അയാൾക്ക് ബാവയുടെ അടുക്കൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് പോകേണ്ടി വന്നു. താനും തന്റെ പെൺമക്കളും മുസ്ലിം മതം സ്വീകരിച്ചില്ലെങ്കിൽ തങ്ങളെ കൊല്ലുമെന്ന് തോക്കു ചൂണ്ടി ചങ്കൂർ ബാബ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ തെളിവ് നൽകിയത് 35-കാരനായ ജ്യോതിർഗ്നമയി റായ് ആണ്. ഒരു മുസ്ലിം യുവതിയെ വിവാഹം കഴിച്ചതിന് ശേഷമാണ് തനിക്ക് ബാബയിൽ നിന്ന് കടുത്ത സമ്മർദ്ദങ്ങൾ നേരിടേണ്ടി വന്നത് എന്നും റാവു വെളിപ്പെടുത്തുകയുണ്ടായി. 2 പെൺമക്കളെ മുസ്ലിം സമുദായത്തിൽ അംഗം ആക്കണമെന്നാണ് ബാബയുടെ ഭീഷണി. തന്റെ ഭാര്യയുടെ പേര് ഇഷിത എന്നാണെന്നും പിന്നീട് അഫ്രീൻ എന്ന പേര് സ്വീകരിച്ച് ഇസ്ലാം മത വിശ്വാസി ആയതാണ് എന്നും റാവു വെളിപ്പെടുത്തുന്നു. 2024 മാർച്ചിൽ 2ാമത്തെ മകൾ ജനിച്ചതോടെയാണ് ഭീഷണികൾ കൂടുതലായത്. മക്കളെ കത്തിമുനയിൽ നിർത്തിയാണ് ഇസ്ലാം മതം സ്വീകരിക്കാൻ തന്നോട് ബാവ ആവശ്യപ്പെട്ടത് എന്നാണ് റാവു പറയുന്നത്. ആ ഭീഷണിയെ വകവയ്ക്കാതെ അയാൾ ഇപ്പോൾ അവിടം വിട്ടിരിക്കുകയാണ്. മാത്രവുമല്ല, മക്കളുടെ സംരക്ഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തിട്ടുമുണ്ട്. ഇങ്ങനെ ഒരുപാട് കഥകൾ, ഒരുപാട് ഇരകൾ. പുറത്തു വന്നതിനേക്കാൾ കൂടുതലാണ് പുറത്ത് വരാനുള്ള കഥകൾ. വെള്ളത്തിലെ മഞ്ഞുകട്ടയുടെ ഒരു ഭാഗം മാത്രമേ നാം വെളിയിൽ കാണുന്നുള്ളൂ. ഭൂരിഭാഗവും വെള്ളത്തിന് അടിയിലാണല്ലോ. ഇതുപോലെയാണ് ചങ്കൂർ ബാബയെ സംബന്ധിച്ച കഥകളുടെ കാര്യവും. ജൂലൈ 5-ന് ചങ്കൂർ ബാബയെ അറസ്റ്റ് ചെയ്തതോടെയാണ് മതപരിവർത്തന പ്രൊജക്ടിന്റെ പിന്നിലുള്ള ഗൂഢതന്ത്രങ്ങളെ കുറിച്ച് പുറം ലോകം അറിഞ്ഞത്. ചങ്കൂർ ബാബയ്ക്കൊപ്പം അയാളുടെ വിശ്വസ്ത സഹായി നീതു എന്ന നസ്രീനും അറസ്റ്റ് ചെയ്യപ്പെട്ടു. ജാമ്യമില്ല വാറണ്ടാണ് കോടതി ചങ്കൂർ ബാബയ്ക്കെതിരെ പുറപ്പെടുവിച്ചത്. യഥാർത്ഥത്തിൽ ചങ്കൂർ ബാബ ആരാണ്? അയാൾ എങ്ങനെ രൂപപ്പെട്ടു? ചങ്കൂർ ബാബയ്ക്ക് പിന്നിലെ ചില രഹസ്യങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. നേപ്പാൾ അതിർത്തിയോട് ചേർന്നുള്ള ബൽറാംപൂർ ജില്ലയിലെ മദപ്പൂർ നിവാസിയാണ് ചങ്കൂർ ബാബ. സൈക്കിളിൽ മോതിരവും ആഭരണങ്ങളും വിറ്റ് നടന്നിരുന്ന ഒരു ഭൂതകാലം അയാൾക്ക് ഉണ്ടായിരുന്നു. അന്ന് അയാൾ വെറും ജമാലുദ്ദീൻ മാത്രം ആയിരുന്നു. പിന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അയാൾ ചങ്കൂർ ബാബയായി മാറുകയുണ്ടായി. ദിവ്യനായി, മതപ്രസംഗകനായി, അതോടൊപ്പം അനേകരെ മതപരിവർത്തനം നടത്തുന്ന വ്യക്തിയുമായി മാറി. 10 വർഷം കൊണ്ടാണ് അയാൾക്ക് ഇതുപോലൊരു വളർച്ച സംഭവിച്ചത് എന്ന് അയാളെ അടുത്ത് അറിയാവുന്നവർ പറയുന്നു. പട്ടികജാതിക്കാരെയും സാമ്പത്തികമായി ദുർബലരായ വിഭാഗങ്ങളെയും ഹിന്ദു സ്ത്രീകളെയും ആഗ്രഹങ്ങൾ നിറവേറ്റുമെന്നും അഭിവൃദ്ധി ഉണ്ടാകുമെന്നും അത്ഭുതകരമായ രോഗശാന്തി എന്നും വാഗ്ദാനം ചെയ്താണ് ഇയാൾ അവരെ തന്റെ വലയിൽ ആക്കിയിരുന്നത്. വിദേശ സ്രോതസ്സുകളിൽ നിന്നായി 500-ലധികം കോടി രൂപ ചങ്കൂർ ബാബ സ്വീകരിച്ചതായിട്ടാണ് മറ്റു ചില തെളിവുകൾ സംസാരിക്കുന്നത്. പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ഈ പട്ടിക. യുപിയിലും മഹാരാഷ്ട്രയിലും ചങ്കൂർ ബാബ 100 കോടിയിലധികം രൂപയുടെ സ്വത്തുക്കൾക്ക് ഉടമയാണ്. സർക്കാർ ഭൂമി കയ്യേറിയാണ് ഈ സ്വത്തുക്കളിൽ നല്ലൊരു പങ്കും എന്നാണ് ആരോപണം. മുംബൈയിലുമുണ്ട് ഒരു കെട്ടിട സമുച്ചയം ബാവയ്ക്ക്. റൺവാൾ ഗ്രീൻസ് എന്നാണ് ഇതിന്റെ പേര്. തീർന്നില്ല, പനാമ ആസ്ഥാനമായുള്ള ലോഗോസ് മറൈൻ എന്ന കമ്പനിയുമായും ഇയാൾക്ക് ബന്ധമുണ്ട് എന്നതിന്റെ രേഖകളും ഇഡി കണ്ടെത്തുകയുണ്ടായി. ബാബയുടെ അടുത്ത സഹായി നവീൻ റോഹ്രി 2003-ൽ പനാമ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു ഇന്റർനാഷണൽ ഷിപ്പിംഗ് കമ്പനി രജിസ്റ്റർ ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട്. $10,000 നിക്ഷേപം. വിദേശ പൗരന്മാരാണ് പങ്കാളികളും. എന്നാൽ ഇത് അന്വേഷണത്തെ വഴിതിരിച്ചുവിടാനും അന്വേഷണ ഉദ്യോഗസ്ഥരെ കബളിപ്പിക്കാനും ആണെന്നാണ് പുതിയ കണ്ടെത്തലുകൾ. 100 കോടി രൂപയോളം കള്ളപ്പണം വെളുപ്പിക്കലും ഹവാല ഇടപാടുകളും ഇതിലൂടെ നടന്നിട്ടുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. ബാബ അറസ്റ്റ് ചെയ്യപ്പെട്ടതോടെ അയാൾ അനധികൃതമായി സമ്പാദിച്ച സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുകയും ചെയ്യുന്ന തിരക്കിലാണ് ഉദ്യോഗസ്ഥർ.
ബൽറാംപൂരിലുള്ള കൂറ്റൻ മാളിക പൊളിച്ചു മാറ്റാൻ ചെന്ന ഉദ്യോഗസ്ഥർ പോലും നടുങ്ങത്തക്ക വിധത്തിലുള്ള കാഴ്ചകളാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നാണ് ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. വീട് എന്ന് പറഞ്ഞാൽ അത് ബാബയുടെ വസതിയെ വളരെ കുറച്ച് കാണുന്നതിന് തുല്യമായിരിക്കും എന്നാണ് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മളോട് പറയുന്നത്. ഒരു രാജ കൊട്ടാരം എങ്ങനെയായിരിക്കുമോ അതിനെ അതിശയിപ്പിക്കുന്ന വിധത്തിലുള്ളതാണ് ബാബയുടെ ഈ മാളിക. അലങ്കാര ടൈലുകളും ഇരുമ്പ് വാതിലുകളുമുള്ള ഗേറ്റിൽ തുടങ്ങുന്നു കാഴ്ചകളുടെ വിസ്മയങ്ങളും പണത്തിന്റെ ധൂർത്തും. അങ്ങേയറ്റം സുരക്ഷിതവും വളരെയധികം ആധുനിക വൽക്കരിക്കപ്പെട്ടതുമാണ് ഈ ഗേറ്റ്. ലക്ഷങ്ങൾ വിലമതിക്കുന്ന സോഫകൾ, കിടക്കകൾ തുടങ്ങി രാജകീയമായിരുന്നു സർവ്വതും. ഇതിനു പുറമെയായിരുന്നു ആഡംബര വാഹനങ്ങൾ. ഈ വീട് മതപരിവർത്തനത്തിനുള്ള കേന്ദ്രമായി കൂടി പ്രവർത്തിക്കുകയായിരുന്നു എന്നാണ് വാസ്തവം. ഹൈന്ദവ പെൺകുട്ടികളെ പ്രണയം നടിച്ച് വശത്താക്കി മതം മാറ്റാനുള്ള ഇടത്താവളമായിരുന്നു ബാബയുടെ ഈ കൊട്ടാരം. ഇവിടെ യുവാക്കൾക്ക് ആയുധ പരിശീലനവും നൽകിയിരുന്നു. ചങ്കൂർ ബാബയുടെ പ്രധാന കൂട്ടാളിയായ റാഷിദിനെയും ഉത്തർപ്രദേശ് ഭീകരവിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തിരുന്നു. ബൽറാംപൂരിലെ ഉഡ്രൌളയിൽ വെച്ചാണ് അറസ്റ്റ് നടന്നത്. മതപരിവർത്തന സിൻഡിക്കേറ്റിന്റെ ലവ് ജിഹാദ് വിഭാഗം കൈകാര്യം ചെയ്യാൻ ചങ്കൂർ ബാബ റാഷിദിനെയാണ് നിയോഗിച്ചിരുന്നത്. ബാബയുടെ ജന്മഗ്രാമത്തിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ അകലെയുള്ള മധുപൂർ ഗ്രാമത്തിൽ അനധികൃതമായി നിർമ്മിച്ച ഒരു സമുച്ചയത്തിന്റെ ഭാഗങ്ങൾ പ്രാദേശിക ഭരണകൂടം പൊളിച്ചു മാറ്റിയത് അടുത്ത ദിവസങ്ങളിലാണ്. ഭൂമി സർക്കാർ ഉടമസ്ഥതയിൽ ഉള്ളതായിരുന്നു. 15 CCTV ക്യാമറകളും 2 കാവൽ നായ്ക്കളുമുള്ള ഈ കെട്ടിടം കഴിഞ്ഞ കുറെ നാളുകളായി അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പരിധിയിൽ ഉണ്ടായിരുന്നു. മതപരിവർത്തന റാക്കറ്റുകളും സാമ്പത്തിക ഇടപാടുകളും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന പല രേഖകളും ചങ്കൂർ ബാബയുടെയും അനുയായികളുടെയും പക്കൽ നിന്ന് തെളിവുകൾ സഹിതം കണ്ടെത്തിയിട്ടുണ്ട്. ബിനാമി സ്വത്തുക്കളുടെ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ബാബയുടെ ബന്ധുക്കളുടെ പേരിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏക്കർ കണക്കിന് സ്ഥലവും കോടികൾ വിലമതിക്കുന്ന കെട്ടിടങ്ങളും ഉള്ളതായും കണ്ടെത്തിയിട്ടുണ്ട്. ഏതൊരു കുൽസിത പ്രവർത്തനങ്ങളും നടക്കണമെങ്കിൽ ആ വ്യക്തികളും രാഷ്ട്രീയ പ്രവർത്തകരും തമ്മിൽ അവിശുദ്ധ ബന്ധം ഉണ്ടായിരിക്കുന്നത് സാധാരണമാണ്. ഈ പൊതു തത്വം ചങ്കൂർ ബാബയുടെ കേസിലും ബാധകമാണ്. ചങ്കൂർ ബാബയും സ്ഥലത്തെ രാഷ്ട്രീയക്കാരും തമ്മിൽ അനാരോഗ്യകരമായ ബന്ധം പുലർത്തിയിരുന്നു എന്നതിന്റെ തെളിവാണ് സർക്കാർ ഭൂമി കയ്യേറിയുള്ള പല പ്രവർത്തനങ്ങളും. സർക്കാർ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും ഒത്താശ ചെയ്തു കൊടുത്തിട്ടില്ല എങ്കിൽ ബാബയ്ക്ക് അതൊന്നും സാധിച്ചെടുക്കാൻ കഴിയുമായിരുന്നില്ല. ബാബയിൽ നിന്ന് വൻ തുകകൾ ഇവർ ഓരോരുത്തരും കൈപ്പറ്റിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ബാബയിൽ നിന്ന് കണ്ടെത്തിയ ഡയറിയിൽ ഇവരുടെ പേരുകൾ കണ്ടിരുന്നു. 2022 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉഡ്രൌള നിയോജക മണ്ഡലത്തിലെ ഒരു സ്ഥാനാർത്ഥിക്ക് 90 ലക്ഷം രൂപ ബാബ നൽകിയിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുണ്ട്. വരാൻ പോകുന്ന ഇലക്ഷനിൽ ഇതേ സീറ്റിൽ ഒരു മുൻ IPS ഉദ്യോഗസ്ഥനെ പിന്തുണയ്ക്കാൻ ബാബ പദ്ധതികൾ ആവിഷ്കരിച്ച് വരികയുമായിരുന്നു എന്നതിന്റെ രേഖകളും ഉദ്യോഗസ്ഥർക്ക് കിട്ടി. വർഷങ്ങളായി ബൽറാംപൂരിലും അയൽ നിയോജക മണ്ഡലങ്ങളിലും രാഷ്ട്രീയമായി സ്വാധീനം നേടിയെടുക്കാൻ സാധിച്ച വ്യക്തിയായിരുന്നു ബാബ. ലോകസഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിലും വിജയിപ്പിക്കുന്നതിലും വോട്ടർമാരെ സ്വാധീനിക്കുന്നതിലുമെല്ലാം ബാബ വലിയ പങ്കാണ് വഹിച്ചിരുന്നത്. താൻ പറയുന്ന വ്യക്തികൾക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി വോട്ടർമാരെ കൂട്ടത്തോടെ സ്വാധീനിക്കാൻ ബാബ പണം വാരി എറിഞ്ഞിരുന്നു എന്നാണ് ആരോപണം ഉയരുന്നത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞത് ചങ്കൂർ ബാബയും സംഘത്തിന്റെയും പ്രവർത്തനങ്ങൾ സമൂഹത്തിനെതിരെ മാത്രമല്ല രാഷ്ട്രത്തിനെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ കൂടി ആണ് എന്നാണ്. കാരണം ഉത്തർപ്രദേശിൽ മതപരിവർത്തന റാക്കറ്റിന്റെ പേരിൽ പിടിയിലായ ഇയാളുടെ പക്കൽ നിന്ന് കണ്ടെത്തിയ ലെറ്റർ ഹെഡിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോട്ടോയും ഉണ്ടായിരുന്നു. ചങ്കൂർ ബാബയ്ക്കൊപ്പം പിടിയിലായ ഈദുൽ ഇസ്ലാം നടത്തുന്ന ഭാരത് പ്രതികാർത്ത് സേവാ സംഘ് എന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറിയുമായിരുന്നു ഇയാൾ. ഭരണപക്ഷവുമായി അടുത്ത ബന്ധമുണ്ടെന്ന തെറ്റിദ്ധാരണ പരത്താനായിട്ടാണ് ഇയാൾ ശ്രമിച്ചത്. സംഘടനയെ വിശ്വസനീയമാക്കാൻ RSSന്റെ പേരിൽ നാഗ്പൂരിൽ ഒരു വ്യാജ കേന്ദ്രം പോലും ഇയാൾ സ്ഥാപിച്ചിരുന്നു. മാത്രവുമല്ല ഒരു വിദേശ തീവ്രവാദ പരിശീലന കേന്ദ്രം സ്ഥാപിക്കാൻ പദ്ധതി തയ്യാറാക്കുമ്പോഴായിരുന്നു ഇയാളുടെ അറസ്റ്റ് സംഭവിച്ചത്. ദേശസുരക്ഷയെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിലുള്ളതാണ് ബാബയുടെ പ്രവർത്തനങ്ങൾ എന്നതാണ്
ഈ കേസിന്റെ വ്യാപ്തി വലുതാക്കുന്നത്. ഇന്ത്യയുടെ മതേതര സ്വഭാവത്തെ തകർക്കാൻ വിഘടിത ശക്തികളുമായി കൈകോർത്താണ് ബാവ പ്രവർത്തിച്ചത്. മതവും പ്രണയവും ആയുധമാക്കിയും നിസ്സഹായരുടെ ബലഹീനതയെയും ദയനീയതയെയും ചൂഷണം ചെയ്തും പണവും അധികാരവും ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയുമാണ് അയാൾ തൻ്റെ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പൊക്കിയത്. അനധികൃതമായി ആര് എന്തൊക്കെ സമ്പാദിച്ചാലും അവയൊക്കെ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയും എന്നാണ് ബാബയുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടിയും മരവിപ്പിച്ചും മണിമാളികകൾ ഇടിച്ചു തകർത്തുമുള്ള വാർത്തകളും ദൃശ്യങ്ങളും നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. ഇനിയൊരു ചങ്കൂർ ബാവ ഭാരത മണ്ണിൽ വലവിരിക്കാതിരിക്കാൻ നമുക്ക് ഇത്തരം അന്തചിത്ര ശക്തികൾക്കെതിരെ ഒരുമിച്ച് പ്രവർത്തിക്കാം.